മാം നമ്മൾ ഈയിടെയായിട്ട് ഒരുപാട് രോഗികൾ ദിനം പ്രതി ഒരുപാട് ആൾക്കാർ പോസിറ്റീവ് ആവാറുണ്ട് ഇൻഫ്ലുവൻസ എ ഇൻഫ്ലുവൻസ ബി വൈറസുകൾക്ക്. അപ്പോൾ ഇത് ആരൊക്കെയാണ് കുറച്ച് അലാമിംഗ് ആയിട്ട് ഒരു ഹൈ കാറ്റഗറി റിസ്കിൽ വരുന്ന പേഷ്യൻസ്? ചിലരൊക്കെ വളരെ വേഗം റിക്കവറി ആവാറുണ്ട്, ചിലര് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇതിൽ നിന്ന് റിക്കവറി ആവുന്നത്. അപ്പോൾ ആരാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാറ്റഗറിയിൽ വരുന്ന ഒരു പേഷ്യൻസ് ആരൊക്കെയാണ്? വൈറൽ പനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈവൻ കോവിഡ് കാലത്ത് പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. കോവിഡ് വന്ന് ചിലർക്ക് ഒരു സാധാരണ പനി പോലെ 1-2 ദിവസം കൊണ്ട് മാറി. ചിലർക്കാണെങ്കിൽ പനിയുടെ അസ്വസ്ഥത പോലും ഇല്ലാതെ ജസ്റ്റ് കോവിഡ് പോസിറ്റിവിറ്റി മാത്രം കണ്ടു. എന്നാൽ ചിലരിൽ വളരെ ഗുരുതര സ്വഭാവത്തിലേക്ക് ആ രോഗം എത്തി. ഓക്സിജന്റെ കുറവ് വന്നു, ചിലര് നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ വൈറൽ പനികളും ഏകദേശം അതുപോലെയാണ്. നമ്മളിപ്പോ കാണുന്ന H1N1 അല്ലെ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന പനിയും അത്തരത്തിൽ തന്നെയാണ്. ചിലർ വളരെ ഒരു പിന്നെ അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സും ഇല്ലാതെ 2-3 ദിവസം കഴിയുമ്പോൾ പനി മാറി സുഖപ്പെട്ടു, പിന്നെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നീങ്ങി എന്നേ ഉള്ളൂ. പക്ഷെ ചിലർ വളരെ സീരിയസ് ആവുന്നു, ചിലര് വെന്റിലേറ്ററിലേക്ക് എത്തിപ്പെടുന്നു, ഓക്സിജന്റെ ഷോർട്ടേജ്. അത് നമ്മൾ പൊതുവെ എടുക്കുകയാണെങ്കിൽ, ഒന്ന് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർ, പ്രമേഹ രോഗികൾ, ക്യാൻസറിന്റെ ചികിത്സയിൽ ഇരിക്കുന്നവർ, വൃക്ക രോഗം, കരൾ രോഗമൊക്കെ ഉള്ളവർ, അതുപോലെ ആർത്രൈറ്റിസിനും മറ്റെന്തിനെങ്കിലും ഒക്കെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ എന്നിവരിലാണ് ഈ ഒരു പ്രതിഭാസം പ്രത്യേകിച്ച് കാണാറുള്ളത്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർക്ക്, അല്ലെ COPD, ആസ്മ ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, സങ്കീർണതകൾ വളരെ സിവിയർ ആയിട്ട് വരാം. ഓക്സിജന്റെ അഭാവം വരാം, വെന്റിലേറ്ററിലേക്ക് പോവാം. പിന്നെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എക്സ്ട്രീംസ് ഓഫ് ഏജ്, അതായത് തീരെ ചെറിയ കുട്ടികളും ഒരുപാട് പ്രായമായ ആൾക്കാരും, പിന്നെ വേറെ ഏതെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, പ്രോട്ടീനിന്റെ കുറവ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. അപ്പൊ ഇത്തരക്കാരിലൊക്കെയാണ് സാധാരണ നമ്മൾ ഒരു ഗുരുതര സ്വഭാവത്തിലുള്ള അസുഖം പ്രതീക്ഷിക്കുന്നത്. അതായത് പ്രായമായവർ, രണ്ടാമത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഇവരിൽ ഏത് പനിയും നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. അതുകൂടാതെ ഇവരിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പ്രതിരോധ ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ വാക്സിൻസ് എടുക്കുന്നതും നല്ലതായിരിക്കും.